വെൽത്ത് എപ്പോഴെങ്കിലും കമ്പാർട്ട്മെന്റലൈസ് ചെയ്തിട്ടുണ്ടോ? അതായത് നിങ്ങളുടെ മണി, നിങ്ങളുടെ ക്യാഷ് ഇതെല്ലാം നിങ്ങൾ ഒരു ഡിഫറെന്റ് കാറ്റഗറി ആയിട്ട് തിരിക്കുക. അതായത് ഡിഫറെന്റ് ഗ്രൂപ്പ്. എന്നിട്ട് ഓരോ കാറ്റഗറിക്കും ഡിഫറെന്റ് ഇമ്പോർട്ടൻസ്. ചിലതിന് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കും, കൂടുതൽ സിഗ്നിഫിക്കൻസ് കൊടുക്കും. അതായത് നമ്മൾ സാലറി കിട്ടില്ലേ, സാലറി കിട്ടുമ്പോൾ നമുക്ക് സേവ് ചെയ്യാനായിട്ടുള്ള ഒരു ടെൻഡൻസി ആയിരിക്കും, അല്ലെങ്കിൽ സ്പെൻഡ് ചെയ്യാനായിട്ട് കുറച്ച് വിഷമമാണ്. ബിക്കോസ് അതിന് കുറച്ചും കൂടി നമ്മൾ കൂടുതൽ വാല്യൂ കൊടുക്കുന്നുണ്ട്, കൂടുതൽ ഇമ്പോർട്ടൻസ് അല്ലെങ്കിൽ കൂടുതൽ സിഗ്നിഫിക്കൻസ് കൊടുക്കുന്നുണ്ട്. അറ്റ് ദ സെയിം ടൈം ബോണസ് കിട്ടുമ്പോൾ അതിന് സ്പെൻഡ് ചെയ്യാനായിട്ട് കുറച്ചുകൂടി കംഫർട്ടബിൾ ആണ്, അല്ലെ? അതായത് ഫൗണ്ട് മണി എന്ന് പറയും. ബോണസ് ആയിരിക്കാം, അല്ലെങ്കിൽ ചിലപ്പോൾ ഗിഫ്റ്റ് ആയിട്ട് കിട്ടുന്ന ക്യാഷ് ഒക്കെ ആയിരിക്കാം. അപ്പൊ അത് നമ്മൾ ഈ ഡിസ്ക്രിഷണറി സ്പെൻഡിങ്ങിനൊക്കെ മാറ്റിയിരിക്കും. ഓക്കെ. അതായത് ഡിസ്ക്രിഷണറി സ്പെൻഡിംഗ് എന്ന് പറയുമ്പോൾ നോൺ എസെൻഷ്യൽ ഗുഡ്സിന്, അതായത് നമ്മുടെ വാണ്ട്സ്, നീഡ്സ് അല്ല വാണ്ട്സിന് വേണ്ടി നമ്മൾ സ്പെൻഡ് ചെയ്യും. ഇപ്പൊ ലക്ഷറി കാർ അല്ലെങ്കിൽ ഡിസൈനർ ക്ലോത്ത്സ് അല്ലെങ്കിൽ ഐസ്ക്രീം പോലുള്ള നോൺ എസെൻഷ്യൽ ഗുഡ്സിന് വേണ്ടി നമ്മൾ സ്പെൻഡ് ചെയ്യാനായിട്ട് മാറ്റിവെക്കും. ഇത് എന്തുകൊണ്ടാണ് ഇങ്ങനെ? രണ്ട് മണി എന്ന് പറയുന്നത് സെയിം അല്ലേ, പിന്നെ എന്തുകൊണ്ടാണ് ഈ ഡിഫറെന്റ് ബിഹേവിയർ നമ്മൾ യൂസ് ചെയ്യുന്നത്? അപ്പോൾ ഇങ്ങനെ കാറ്റഗറൈസ് ചെയ്യുന്നത് പലപ്പോഴും ബേസ്ഡ് ഓൺ സം സബ്ജക്റ്റീവ് ക്രൈറ്റീരിയ, പലപ്പോഴും ഒരു ലോജിക് ഉണ്ടാവില്ല. അതായത് ഇത്തരം ഇങ്ങനെ കാറ്റഗറൈസേഷൻ അല്ലെങ്കിൽ ഗ്രൂപ്പ് ചെയ്യുന്നതിലൂടെ നിങ്ങൾ ഒരു ഇറേഷണൽ ആയിട്ടുള്ള ഇൻവെസ്റ്റ്മെന്റ് ഡിസിഷൻ അല്ലെങ്കിൽ കൗണ്ടർ പ്രൊഡക്റ്റീവ് ആയിട്ടുള്ള ഒരു ഫിനാൻഷ്യൽ ഡിസിഷൻ എടുക്കും. ഫോർ എക്സാമ്പിൾ, നിങ്ങൾ ഒരു ഹൗസ് കൺസ്ട്രക്ഷന് വേണ്ടി ഒരു അക്കൗണ്ട് തുടങ്ങിയിട്ടുണ്ടെന്ന് വിചാരിക്കുക, സേവിങ്സ് അക്കൗണ്ട് ആണെന്ന് വിചാരിക്കുക, നിങ്ങൾ അതിലേക്ക് കറക്റ്റ് ആയിട്ട് മന്ത്ലി ഫണ്ട് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ട്. അപ്പൊ നിങ്ങൾക്ക് അത് വളരെ പ്രിയപ്പെട്ടതാണ് അല്ലേ, വളരെ വാല്യൂ ഉണ്ട്, നിങ്ങൾ അത് ആ ഒരു ഫണ്ട് സ്പെഷ്യൽ ആയിട്ട് ട്രീറ്റ് ചെയ്യും. പക്ഷെ അറ്റ് ദ സെയിം ടൈം നിങ്ങൾക്ക് ഒരു ക്രെഡിറ്റ് കാർഡ് ഡെറ്റ് ഉണ്ടെന്ന് വിചാരിക്കും. ആ ഡെറ്റിന്റെ ഇൻട്രസ്റ്റ് എന്ന് പറഞ്ഞത് ഹൈ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ആണ് ക്രെഡിറ്റ് കാർഡിന്, അത് അക്യുമുലേറ്റ് ചെയ്യും പെട്ടെന്ന്. പക്ഷെ അവിടെ ഡെറ്റ് ഇൻക്രീസ് ചെയ്യുമ്പോൾ നിങ്ങൾ ഈ ഒരു അക്കൗണ്ടിൽ നിന്ന്, നിങ്ങളുടെ സേവിങ്സ് അക്കൗണ്ടിൽ നിന്നുള്ള ആ ഒരു ഫണ്ട് വിഡ്രോ ചെയ്ത് നിങ്ങൾ ആ ഡെറ്റ് അത് പേ ഓഫ് ചെയ്യുക. അതെന്തുകൊണ്ടാ? ബിക്കോസ് ഇത് ഞാൻ ഹൗസ് കൺസ്ട്രക്ഷന് വേണ്ടിയിട്ട് വെച്ചിട്ടുള്ളതാണ്, സംതിങ് ഇമ്പോർട്ടന്റ് അല്ലെ, അതിന് ഞാൻ അറ്റാച്ച് ചെയ്യുന്ന വാല്യൂ കൂടുതലാണ്. ഐ ട്രീറ്റ് ഇറ്റ് ആസ് സ്പെഷ്യൽ. അപ്പൊ ആ ഫണ്ട് ഞാൻ ഒരിക്കലും വിഡ്രോ ചെയ്യില്ല. ബിക്കോസ് അത് എഡ്യൂക്കേഷന് വേണ്ടി, കുട്ടികളുടെ എഡ്യൂക്കേഷന് വേണ്ടിയിട്ടായിരിക്കാം, വെക്കേഷൻ എന്തെങ്കിലും ട്രിപ്പ് പോകാനായിരിക്കാം. അപ്പൊ അതുകൊണ്ട് ഞാൻ അതൊരിക്കലും വിഡ്രോ ചെയ്യില്ല. പക്ഷെ ഇപ്പോഴത്തെ ക്രെഡിറ്റ് കാർഡിന്റെ ഡെറ്റ് കൂടിയിരിക്കും. പക്ഷെ ഈ ഒരു ഡെറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊരു ഹ്യൂജ് എക്സ്പെൻസ് ആണ് അല്ലെ, എക്സ്പെൻസീവ് ഡെറ്റ് ആണ്, അത് റീപേ ചെയ്യുന്നതല്ലേ ലോജിക്ക്. പക്ഷെ പലപ്പോഴും ആളുകൾ ഈ ഒരു ബിഹേവിയർ കാരണം, അതായത് ഈ ഒരു ഡിഫറെന്റ് കാറ്റഗറി, ദാറ്റ് ഇസ് വെരി സ്പെഷ്യൽ ഫോർ മീ, അപ്പൊ അതുകൊണ്ട് അത് ടച്ച് ചെയ്യില്ല. അപ്പൊ ഇതൊരു ബയാസ് ആണ്. ഇതിനെയാണ് നമ്മൾ മെന്റൽ അക്കൗണ്ടിങ് എന്ന് പറയാ. അതുകൊണ്ടാണ് പറയുന്നത് നിങ്ങളുടെ ഇമോഷൻസിനെ, നിങ്ങളുടെ ഇൻവെസ്റ്റ്മെന്റിനെ കൺട്രോൾ ചെയ്യാനുള്ള പവർ ഉണ്ടെന്ന്. അതായത് പലപ്പോഴും നിങ്ങൾ കാറ്റഗറൈസ് ചെയ്യുന്നത് അല്ലെങ്കിൽ ഗ്രൂപ്പ് ചെയ്തിട്ട് ആ ഡിഫറെന്റ് വാല്യൂ അറ്റാച്ച് ചെയ്യുന്നത് ഒരു ആർബിട്രറി ഡിസിഷൻ ആണ്. മീൻസ് നിങ്ങൾക്ക് അങ്ങനെ ഫീൽ ചെയ്തു, അതുകൊണ്ട് നിങ്ങൾ അങ്ങനെ ഡിഫറെന്റ് വാല്യൂ അറ്റാച്ച് ചെയ്യുന്നു. അതായത് മണി ആ ഡിഫറെന്റ് സോഴ്സ്, കിട്ടുന്ന സോഴ്സ് അനുസരിച്ച് നിങ്ങൾ അതിന് ഡിഫറെന്റ് വാല്യൂ അറ്റാച്ച് ചെയ്ത് കൊടുക്കുകയാണ്. പക്ഷെ മണി ഓൾവേസ് ഏത് സോഴ്സിൽ നിന്നാലും ഇറ്റ്സ് സെയിം വാല്യൂ.